എന്താണോ പറഞ്ഞത്? എന്താണോ പറഞ്ഞത്? മൊബൈലിന് പൈസ അയക്കുന്നത് എങ്ങനെയാണ്? പൈസ അയക്കാം. ഗൂഗിൾ പേ പൈസ അയക്കാം അല്ലേ? ചേട്ടന് ഗൂഗിൾ പേ പൈസ അയക്കാൻ അറിയാൻ? ഇല്ല, അറിയാമെങ്കിൽ ഞാൻ നിന്റെ അടുക്കാൻ ഒരുപാടാ. ചേട്ടൻ എവിടെയാ പഠിച്ചത്? പഠിച്ചതാ? ഞാൻ പഠിച്ച എവിടെയൊന്നും അല്ല. എവിടാ? ഞാൻ എറണാകുളത്ത് സ്കൂളിലാ പഠിച്ചത്. എറണാകുളത്തെ സ്കൂളില്? എറണാകുളത്ത് ഒരു വലിയ സ്കൂളിലാ പഠിച്ചത്. എറണാകുളത്തെ വലിയ സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് മഹാരാജാസ് കോളേജ് ഉണ്ട്. അത് തന്നെ അതാ മഹാരാജാ കോളേജ് ഇപ്പഴേടാ വന്നത്. അന്ന് സ്കൂളായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. നമ്മുടെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയൊക്കെ പഠിച്ച സ്കൂളല്ലേ? മമ്മൂട്ടി, MGR, ഞാൻ, ഞങ്ങള് 3 പേരും ഒരുമിച്ചിരുന്നാ പഠിച്ചത്. അത് ശരി, നിങ്ങൾക്ക് മമ്മൂട്ടിയിലൂടെ പഠിച്ചതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ MGR-ായിട്ടായിരുന്നു. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ MGR-ന്റെ അപ്പുറത്തായിരിക്കും. ഞാനിവിടെ മമ്മൂട്ടി നിനക്ക്, എനിക്കാവും മുഹമ്മദ് കുട്ടി. നിനക്കറിയാവാ മുഹമ്മദ് കുട്ടി, MGR, ഞാൻ, ഞങ്ങൾ 3 പേരും ഈ സ്കൂളിലാണ് പഠിച്ചത്. എന്റെ അടുത്ത് ഇരുന്നത് MGR, തൊട്ടപ്പുറം ഇരുന്നത് മമ്മൂട്ടി. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ മമ്മൂട്ടി. MGR-നെ അറിയുക? പിന്നെ തമിഴ് നടൻ, സിനിമാ നടൻ, തമിഴിലെ വലിയ സൂപ്പർ സ്റ്റാർ. MGR-ന്റെ തൊട്ടപ്പുറത്താണ് മമ്മൂട്ടി ഇരിക്കുന്നത്. എനിക്കൊരു സംശയം, ഈ മമ്മൂട്ടിയും MGR-ഉം ഒക്കെ ഒന്നിച്ച് പഠിച്ചെന്ന് പറയുമ്പം പക്ഷേ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് MGR-ുമായിട്ടായിരുന്നു. കാരണം എന്റെ തൊട്ടടുത്തിരിക്കുന്നത് MGR-ആണ്, അതിന് തൊട്ടപ്പുറത്താണ് മമ്മൂട്ടി. മമ്മൂട്ടിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെ പറയണം. MGR അടുത്തിരുന്ന് ഞങ്ങൾ സംസാരിക്കും. എന്റെ കഥകളൊക്കെ അവനിക്കറിയാം. നിനക്കറിയാവോ MGR കോടീശ്വരൻ. പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആഹാരമില്ലടാ കൊച്ചേ. രാവിലെ പട്ടിണി, ഉച്ചക്ക് പട്ടിണി, ഉച്ചക്ക് സ്കൂളിൽ നിന്ന് തരുന്ന ഉപ്പുമാവ്, ഇതാണ് ഞങ്ങളുടെ ആഹാരം. വൈകുന്നേരം സ്കൂള് വിട്ട് വീട്ടിൽ ചെന്ന അമ്മ തരുന്ന ഭക്ഷണം, അതാണ് ഞങ്ങളുടെ ആഹാരം. ഒരു ദിവസം ഉപ്പുമാവ് വെക്കുന്ന ചേച്ചി വന്നില്ല, സുഖമില്ലാതായി. അന്ന് ഉപ്പുമാവ് കിട്ടുക ഇല്ല, പട്ടിണി, ഒരു പട്ടിണി. രാവിലെ മുതൽ ഞാൻ വിശന്നിരിക്കുക. ഉച്ചക്ക് എല്ലാവരും ഉണ്ണാൻ പോയി, ഞാൻ മാത്രം ഈ ബെഞ്ചിലിങ്ങനെ കുത്തിയിരുന്നു. ഇത് കണ്ടിട്ട് MGR എന്നോട് വന്ന് ചോദിച്ചു, എടാ പാപ്പി, നീ ഉണ്ണാൻ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലടാ. നീ പോയി ഉണ്ടോ? അതെന്താ, ചോറ് കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇല്ലടാ പാപ്പി, ചോറ് കൊണ്ടുവന്നില്ല. നീ വിഷമിക്കണ്ട, ഈ ചോറ് നമുക്ക് 2 പേർക്കും കൂടെ കഴിക്കാം. അങ്ങനെ അവൻ കൊണ്ടുവന്ന ചോറ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കഴിച്ചു. തീർന്നില്ല, അവൻ സ്കൂളിൽ കൊണ്ടുവരുന്ന പൈസക്ക് കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു തരും, ഐസ് മുട്ടായി വാങ്ങിച്ചു തരും. ഇതൊന്നുമല്ല, ഒരു ദിവസം കണക്കെഴുതാൻ നോട്ട് ബുക്കില്ല. ടീച്ചർ വിളിച്ച്, നാളെ നോട്ട് ബുക്കില്ലാതെ കണ്ട് സ്കൂളിൽ വന്ന മുട്ടുകാൽ എള്ളി ഒതുക്കി. ആര്? ടീച്ചർ പറഞ്ഞു. വിഷമിച്ച് ബെഞ്ചിരിക്കുന്ന എന്റെ അടുക്ക MGR വന്നിട്ട് പറഞ്ഞു, എടാ പാപ്പി, ഞാൻ നാളെ നിനക്ക് പുസ്തകം വാങ്ങാനുള്ള പൈസയായി മാറ്റേ വരത്തുള്ളൂ. പിറ്റേന്ന് അവന്റെ വീട്ടിൽ ആരും അറിയാതെ കണ്ട് അവന്റെ അച്ഛൻ അവനിക്ക് കൊടുത്ത തങ്കപ്പതക്കം, അത് വിറ്റ കാശുമായിട്ട് അവൻ എന്റെ മുന്നിൽ വന്നു. തോളി തട്ടിയിട്ട് പറഞ്ഞു, പാപ്പി, ഇതാ പൈസ, നിനക്ക് ആവശ്യമുള്ള പുസ്തകം പോയി വാങ്ങാൻ പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചടാ, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് MGR-െ തീർക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ഇതൊന്നും തീർക്കണ്ട, എന്തെങ്കിലും ഒരിക്കൽ ഒരു സഹായത്തിന് വേണ്ടി നിന്റെ മുന്നിൽ ഒരാൾ വരും, അന്നേരം നീ ചെയ്താൽ മതി. ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എല്ലാവരും അങ്ങും ഇന്നും ഒക്കെ പോയി.
അതിനുശേഷം എൻ്റെ MCR എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു വിളിക്ക് വേണ്ടി തിരക്കുള്ള അമ്പലങ്ങളിൽ, തിരക്കുള്ള കല്യാണ വീടുകളിൽ, തിരക്കുള്ള ഉത്സവപ്പറമ്പുകളിൽ ഞാൻ കാതോർത്ത് നടക്കാറുണ്ട്. ചേട്ടാ ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെ കേൾക്കാൻ? എന്റെ കഥയാണ്. ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലേ ബാല? അല്ല പപ്പൻ ചേട്ടാ, എന്നെ പറഞ്ഞാണ്. ആര്? അല്ല നീ വേണ്ട, നീ ആ മൊബൈൽ ശരിയാക്കിത്ത. അല്ല പിന്നെ ഇതെന്ത് ശരിയാക്കാനാ? ഗൂഗിൾ പേ ചെയ്യണം. ആ ഗൂഗിൾ പേ ശരിയായിട്ടുണ്ട്. എടാ ഇത് പൈസ അയക്കുന്നത് എങ്ങനെയാടാ? പൈസ അയക്കുന്നതാ? അല്ലെങ്കിൽ അത് പൈസ ഉണ്ടോ? ഉണ്ട്. എത്ര? 10,000. എന്നാ ഞാനൊരു നമ്പർ പറയാം. അതിലേക്ക് 99 99 46 46 46 09 09 29 29 32 10 നമ്പർ. 10 നമ്പർ. ഇതിലേക്ക് അത് ഒരു 5000 അല്ല വേണ്ട, ഒരു 6000. 6000. ഇത്രയുള്ള കാര്യം പഠിച്ചല്ലോ കള്ള. ഇത്രയുള്ള ഇത്രയുള്ള കാര്യം. അപ്പൊ ഞാൻ പോന്നു. വൈകിട്ട് കാണണം. തീർച്ചയായിട്ടും. എനിക്ക് പറയണ്ട. ഓക്കെ. അങ്ങനെ പപ്പൻ ചേട്ടന്റെ 6000 എന്റെ കയ്യിലായി. ദൈവമേ, കടം തീർക്കാനുള്ള കാശ്.